ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ ഇലക്ഷൻ ബസ് യാത്ര തുടരുകയാണ്. അഭിലാഷ് മോഹനൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അഭിലാഷിനൊപ്പം രാജീവ് ചന്ദ്രശേഖർ കൂടിയുണ്ട്. അഭിലാഷ്, അക്ഷയ, ഇലക്ഷൻ ബസ് ഇപ്പോൾ BJP ഓഫീസിന്റെ മുമ്പിൽ വന്ന് നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ അകത്തേക്ക് കയറി BJP പ്രസിഡന്റിന്റെ രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ വേണ്ടി പോവാണ്. വാർത്താ സമ്മേളനം കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP നേരിടുന്ന ഏറ്റവും വലിയ ആരോപണത്തിന് മറുപടി പറഞ്ഞ് വന്ന് അദ്ദേഹം ജസ്റ്റ് ഇവിടെ വന്നതേ ഉള്ളൂ. ആ സമയത്താണ് നമ്മൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത്. രാജീവ്ജി, ഗുഡ് മോർണിംഗ്. നോമിനേഷൻ കൊടുക്കാൻ പോവാണല്ലോ. അതെ, ഒരു മണിക്കൂറിന് ഇപ്പം വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP പറ്റി പറയുന്ന ഏറ്റവും വലിയ ആരോപണത്തിന് അങ്ങ് മറുപടി പറഞ്ഞ് ഇങ്ങ് വന്നതേ ഉള്ളൂ. എന്നാലും കോൺഗ്രസ് ഉന്നയിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണം മണ്ഡലം പറഞ്ഞിട്ടൊക്കെയാണ് ഇന്ന ഇടങ്ങളിലൊക്കെ BJPയും CPM കൂടെ ഡീലാണ് എന്നാണ് പറയുന്നത്. ഇത് പണ്ട് കാലത്ത് ഹിറ്റ്ലറിന്റെ സമയത്ത് ഒരു പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഗോബൽസ് എന്ന് പറഞ്ഞിട്ട്. അയാളുടെ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ഇഫ് ഐ സേ എ ലൈ ഓഫൺ ഇനഫ് പീപ്പിൾ വിൽ ബിലീവ് ഇറ്റ് ടു ബി ട്രൂത്ത്. ഞാൻ ഇങ്ങനെ നുണ പറഞ്ഞ് ജനങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ ഒരു തന്ത്രം. ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ പറഞ്ഞത്, ഓൺ റെക്കോർഡ് പറഞ്ഞത്, പാലക്കാട് സീറ്റിന്റെ കാര്യത്തിൽ പാലക്കാട് CPM ഒരു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് തക്കതായി അങ്ങോട്ടും ഒരു ഡീലുണ്ട്. ശരിക്കും എന്തെങ്കിലും ഡീൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്? ഇത് ആരെയാണ് ഇവര് വിഡ്ഢിയാക്കുന്നത്? 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസിലും ഇന്ത്യ അലയൻസിന്റെ 2 പാർട്ടീസാണ് ഈ കോൺഗ്രസും CPM. അവിടെ അടുത്ത് തമിഴ്നാട്ടില് പൊളിറ്റിക്കൽ അലയൻസിൽ മത്സരിക്കുന്നതാണ് CPM-ഉം കോൺഗ്രസും. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തിനാണ് ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്? 100% ഇത് നുണയാണ്. ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന അവരുടെ ഒരു രീതിയാണ്, തന്ത്രമാണ്. കോൺഗ്രസ് പാർട്ടി തെലങ്കാനയിൽ തുടങ്ങിയ ഒരു തന്ത്രമാണ് ഇത്. ഓപ്പോസിഷൻ അവിടുത്തെ 3-way ഫൈറ്റിൽ മൂന്നാമത്തെ പാർട്ടി BJPന്റെ ഒപ്പമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവിടെ BRS-നെ തോൽപ്പിച്ചു. തെലങ്കാനയെ ഒപ്പോസ് ചെയ്ത കോൺഗ്രസ് പാർട്ടി ഇപ്പൊ തെലങ്കാന ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവിടെ ഇരിക്കുന്ന BRS BJPന്റെ ഒപ്പം ചേർന്ന് ഒരു അലയൻസിലാണെന്ന് അവരോട് പ്രചരണം നടത്തി. ജനങ്ങൾ വിശ്വസിച്ചു. പക്ഷെ ഇത് ഇവിടെ നടക്കില്ല. അല്ല, ഒരു കോൺഗ്രസ് നേതാവ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യം, നേമത്തും അരുവിക്കരയിലും ഡീലുണ്ടെന്ന്. അതായത് നേമത്ത് BJPയെ ജയിപ്പിക്കാനും അരുവിക്കരയിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാനും. സത്യസന്ധതയോട് സംസാരിക്കുന്ന ആൾക്കാർ എപ്പോഴാണ് ഇങ്ങനെ നിങ്ങൾ തീരുമാനിച്ചത്? ഇവര് നുണ പറഞ്ഞിട്ടല്ലേ? എത്ര കൊല്ലമായി രാഹുൽ ഗാന്ധി പയനർ ചെയ്ത ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ലേ നുണ പറയാ? നരേന്ദ്രമോദിജിന്റെ എതിരെ നുണ പറയാ, BJPന്റെ എതിരെ നുണ പറയാ. ജനങ്ങൾ ആ കാലം കഴിഞ്ഞു. ഞാൻ ഇപ്പോ ഏറെ റെസ്പോൺസിബിലിറ്റി പറയുന്ന ഒരു കാര്യം, BD സതീശനാണോ KC വേണുഗോപാലാണോ രാഹുൽ ഗാന്ധിയുടെ, ഈ നുണന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ജനങ്ങളോട് പറയാം. ഞങ്ങൾക്കൊരു ഭരണം കിട്ടിയാൽ ഇത് ഞങ്ങൾ ചെയ്യും എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണം. ഇത് ഈ ജനങ്ങളെ വെഡ്ഡിയാക്കി നുണ പറഞ്ഞ് നടന്നിട്ട് ജനങ്ങളെ വെഡ്ഡിയാക്കുന്ന പൊളിറ്റിക്കൽ അതിന്റെ കാലം കഴിഞ്ഞു. അല്ല, നമ്മൾ ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി മറ്റൊരു കാര്യം, ഈ ദുർബലമായ കാൻഡിഡേറ്റ് ആരാണ്? അത് പറയുമ്പോ എന്താണ് ഇപ്പൊ അവർ പറഞ്ഞത്? പാലക്കാടിൽ മുന്നിൽ ആരാണെന്നാണ് അവർ കൺഫേം ചെയ്യുന്നത്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, ജനങ്ങൾ അവർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അത് അവർ കൺഫേം ചെയ്യുന്നു. അതല്ല, ഈ മറ്റ് സ്ഥാനാർത്ഥികളെ എടുത്താൽ, മറ്റ് മണ്ഡലങ്ങൾ എടുത്താൽ, ഇപ്പോൾ പല മണ്ഡലങ്ങളിലും BJPക്ക് നല്ല വോട്ട് സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ഇപ്പോൾ തൃപ്പൂണിത്തുറ, കൊടുങ്ങല്ലൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ താമര ചിഹ്നം വരച്ചു വെച്ചിട്ട് അത് മായ്ക്കേണ്ട സാഹചര്യം വന്നു. ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ദുർബലരായി എന്ന പരാതി വന്നു. ഇപ്പോൾ ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥി മാറ്റം ചർച്ചയായി. ആറന്മുള ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണ് കുമ്മനം രാജശേഖരൻ ലാൻഡ് ചെയ്തത്. അങ്ങനെ ചില മണ്ഡലങ്ങളിൽ ഒഴിച്ച് BJP ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയോ? എല്ലാം പറയാണ്. എനിക്ക് ആറന്മുളയിൽ ഒരു ദുർബലമായ കാൻഡിഡേറ്റ് ആരാണ്? ദുർബലമായ കാൻഡിഡേറ്റ് ചെങ്ങന്നൂർ MV ഗോപകുമാർ, ഞങ്ങൾ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം? ഞാൻ നോട്ട് ചെയ്ത് വെച്ചോളൂ, അദ്ദേഹം ജയിക്കും ചെങ്ങന്നൂരിൽ. ഇപ്പൊ ആലപ്പുഴ ജില്ല എടുത്ത ഏറ്റവും നന്നായി BJPക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള ഒരു ജില്ലയാണ്. പക്ഷെ ആലപ്പുഴയില് പലയിടത്തും ഒരുപക്ഷെ ഒരു താമര ചിഹ്നത്തിൽ ഒരു BJP സ്ഥാനാർത്ഥി വന്നാൽ വലിയ മാറ്റം ഉണ്ടാക്കാമായിരുന്ന സ്ഥലം കായംകുളം ഉൾപ്പെടെ. അവിടെ അത് ഞങ്ങളുടെ NDAന്റെ ഘടകകക്ഷി BDJS അല്ല മത്സരിക്കുന്നത്. അതെങ്ങനെ, എന്താണ് എന്താണ് അഭിപ്രായ വ്യത്യാസം? അത് BDJS-ഉം BJP തമ്മിൽ നമ്മൾ സീറ്റ് നെഗോഷിയേഷൻ സമയത്ത് അവർ ആ സീറ്റ് ആവശ്യപ്പെട്ടു, അത് ഞങ്ങൾ കൊടുത്തു. അത് നെഗോഷിയേഷന്റെ ഭാഗമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആലപ്പുഴ കോൺഗ്രസ് നിന്ന് വന്ന MJ ജോബ് KPCC ജനറൽ സെക്രട്ടറി പാർട്ടിയിൽ വന്നു. നല്ല ജനകീയ ലീഡറാണ്, പ്രവർത്തിക്കാൻ തയ്യാറാണ്, വികസിത കേരളം സൃഷ്ടിക്കാൻ തയ്യാറാണ്, മത്സ്യമേഖലയിൽ എല്ലാം നന്നായി അധ്വാനിച്ച വ്യക്തിയാണ്. അദ്ദേഹം വന്നു, കാൻഡിഡേറ്റ് ആക്കി.
ഇതില് ഈ CPM-ഉം കോൺഗ്രസും എന്താ ഇതില് ഫാക്ടർ? അതല്ല, ഇപ്പോ തൃപ്പൂണിത്തുറ BJP കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റിയാണ് ഭരിക്കുന്നത്. അതിൽ ഒരു മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയാണ്. അവിടെ 2020 കൊടുക്കുന്നു. കൊടുങ്ങല്ലൂർ ഇതുപോലെ BJPക്ക് സാധ്യതയുള്ള മണ്ഡലമാണ്. അപ്പോൾ ഘടകകക്ഷികൾക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ കൊടുത്തിട്ട് ആ മണ്ഡലങ്ങളിൽ മുമ്പ് കിട്ടുന്ന വോട്ട് കിട്ടാതിരുന്നാലോ? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഞാനിത് പറയട്ടെ, ഇതെല്ലാം വെറുതെ നിങ്ങൾ ആ ഒരു ഡയറക്ഷനിൽ പോകണ്ട. തൃപ്പൂണിത്തറയിൽ ഇതുവരെ കിട്ടാത്ത വോട്ട് ഈ ഇലക്ഷനിൽ കിട്ടും. ഞാൻ ഉറപ്പ് തരുന്നു, എഴുതി വെച്ചോളൂ. പക്ഷേ നോക്കൂ, കൊടുങ്ങല്ലൂരിൽ നമുക്ക് ഇതുവരെ കിട്ടാത്ത വോട്ട് കിട്ടും, ജയിക്കും. കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തറയും ഞങ്ങൾ ജയിക്കും. NDA ജയിക്കും. അത് ഞാൻ ഉറപ്പായിട്ട് തരുന്നു.